ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പിസ്റ്റൺ ബോയ്സ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ മാരുതി സുസുക്കിയുടെ വാഗനർ ZXi പ്ലസ് ആണ്. നമുക്ക് നേരെ ഈ ഒരു വാഹനത്തിൻ്റെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് വാഗനർ. ഈ ഒരു വാഗനർ വാഹനം നമുക്ക് നിലവിൽ 4 വേരിയൻറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. LXi, VXi, ZXi, ZXi പ്ലസ്. അതായത് ZXi പ്ലസ് എന്ന് പറഞ്ഞാൽ ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണ്. അതിൽ മുകളിലേക്ക് ഇനി ഒരു വേരിയൻ്റ് ഇല്ല. ആ ഒരു വേരിയൻ്റാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ പുറത്ത് തന്നെ നമുക്ക് നോക്കുമ്പോൾ ZXi പ്ലസ് ആണ് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് അലോയ്സ് കാണാൻ പറ്റും. അതേപോലെ മിററിൽ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് കാണാൻ പറ്റും. അതുപോലെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഫോഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു വാഹനം ZXi പ്ലസ് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഈ ഒരു 3 മാർഗ്ഗങ്ങളാണ് മെയിനായിട്ടുള്ളത്. പക്ഷേ ആക്സസറി ആയിട്ട് ചില ആൾക്കാർ ഫോഗ് ലാമ്പ് ആഡ് ചെയ്യലുണ്ട്. പക്ഷെ എന്നാലും അലോയ് വീൽസും മിറർ ഇൻഡിക്കേറ്റേഴ്സും ഉണ്ടാവാറില്ല. ഫസ്റ്റ് തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ വാഗനറിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഹാലജൻ ആയിട്ടുള്ള ഹെഡ് ലാമ്പ്, ഹാലജൻ ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ്, അതേപോലെ ഹാലജൻ ആയിട്ടുള്ള ഫോഗ് ലാമ്പ്സുമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ സുസുക്കി എംബ്ലത്തിൻ്റെ ഭാഗത്തായിട്ട് ഈ ഒരു ഭാഗത്ത് നമുക്ക് ചെറുതായിട്ട് ഒരു ക്രോം ഫിനിഷൊക്കെ കാണാനായിട്ട് സാധിക്കും. പിന്നെ അടിയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഫുള്ള് ബ്ലാക്ക് ആയിട്ടുള്ള ഭാഗം തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ചില ആൾക്കാർ ഈ ഒരു ഭാഗത്ത് നമുക്ക് ക്രോം ഫിനിഷ് അഡീഷണൽ ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അത്രയൊക്കെയാണ് ഫ്രണ്ടിലെ ഓവറോൾ ലുക്ക്. ഒരു LED പാർട്സ് ഒന്നും നമുക്ക് ഈ ഒരു വാഹനത്തിന് വന്നിട്ടില്ല. നമ്മൾ പരിചയപ്പെടുന്ന ഈ ഒരു വാഹനം 2023 മോഡൽ വാഹനം കൂടിയാണ്. ഈ ഒരു വാഹനത്തിൻ്റെ സൈഡ് പ്രൊഫൈലിലേക്ക് നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു അലോയ് വീൽസ് കാണാമെന്നുള്ളത്. ZXi പ്ലസ് ആയതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു രീതിയിലുള്ള അലോയ് വീൽസ് കാണുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 14 ഇഞ്ച് സ്റ്റീൽ റിമാണ് വരുന്നത്. അലോയ്സ് ആണെങ്കിൽ നമുക്ക് 14 ഇഞ്ചിൽ തന്നെയാണ് ഈ ഒരു വാഹനത്തിന് കമ്പനി കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ സൈഡിലേക്ക് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു മിറർ ഇൻഡിക്കേറ്റേഴ്സ് ആണ് വരുന്നത്. ഇത് ZXi പ്ലസിന് മാത്രം വരുന്നതാണ് ഈ ഒരു മിറർ ഇൻഡിക്കേറ്റേഴ്സ്. അതല്ലാത്ത എല്ലാ വേരിയൻസും നമുക്കിവിടെ ഫെൻഡറിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇൻഡിക്കേറ്റേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. അതേപോലെ സൈഡ് പ്രൊഫൈലിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലുള്ള ലുക്ക് തന്നെയാണ് വരുന്നത്. ഒരു പയർ വാഗനറിനെ ഫീൽ ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സെയിം ലുക്കിൽ തന്നെയാണ് വാഹനം വന്നിട്ടുള്ളത്. അതേപോലെ നമുക്ക് നോക്കുകയാണെങ്കിൽ യുണീക്കായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഇവിടെ ചെറിയൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. നല്ല മനോഹരമായി തന്നെ നിലനിർത്തിയിട്ടുള്ള ഒരു ഡിസൈനാണ്. ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് കൊടുത്തിട്ടുള്ളത്. അത് തന്നെ ഈ വാഹനത്തിൻ്റെ സൈഡ് പ്രൊഫൈലിൽ നിന്ന് നോക്കുമ്പോഴുള്ള ഒരു വ്യൂ ഒരു പ്രത്യേകം അടിപൊളിയാക്കി മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് നേരെ ഈ ഒരു വാഹനത്തിൻ്റെ ബാക്ക് പ്രൊഫൈലിലേക്ക് പോയി നോക്കാം. ബാക്ക് പ്രൊഫൈലിലേക്ക് നോക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് വരുന്നത്. ZXi പ്ലസ് ആയതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഡീഫോഗറും റിവേഴ്സ് വൈപ്പേഴ്സും വരുന്നത്. ബാക്കിയുള്ള ZXi പ്ലസ് അല്ലാത്ത ZXiയിൽ പോലും നമുക്ക് ഈ ഒരു റിവേഴ്സ് വൈപ്പറും ഡീഫോഗറും വരുന്നില്ല. പിന്നെ നമുക്ക് ഈ ഒരു വാഹനത്തിൽ അഡീഷണലായി കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്പോയിലറാണ്. സ്പോയിലർ ഇതിൻ്റെ ഓണർ അഡീഷണലി കസ്റ്റം ചെയ്ത് ആഡ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു ബ്ലാക്ക് പിയാനോ ബ്ലാക്കാണ് അതിന് നിലനിർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് കാണാനായിട്ട് പ്രത്യേകിച്ച് നല്ലൊരു ഭംഗിയുമുണ്ട്. ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ബാക്കിലെ ടെയിൽ ലാമ്പ് കാണാനായിട്ട് സാധിക്കും. ടെയിൽ ലാമ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹാലജൻ ആയിട്ടുള്ള ടെയിൽ ലാമ്പ്സ് തന്നെയാണ് വന്നിട്ട്. ബ്രേക്ക് ലൈറ്റ്, ഇൻഡിക്കേറ്റേഴ്സ്, അതേപോലെ റിവേഴ്സ് ലൈറ്റൊക്കെ നമുക്ക് ഹാലജൻ ആയിട്ടുള്ളതാണ് വന്നിട്ടുള്ളത്. അതേപോലെ നമുക്ക് താഴെ ഭാഗത്തേക്ക് ബമ്പറിൻ്റെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ 2 റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സും റിവേഴ്സ് ക്യാമറയും കാണാനായിട്ട് സാധിക്കും. ഈ റിവേഴ്സ് ക്യാമറ ZXi പ്ലസ് ആണെങ്കിലും കമ്പനി കൊടുക്കുന്നില്ല. ഈ ഒരു വാഹനത്തിന് ഇത് ആക്സസറി ആയിട്ട് ഇതിൻ്റെ ഓണർ ആഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു വാഹനത്തിൻ്റെ സൈഡ് പ്രൊഫൈൽ നോക്കുമ്പോൾ അല്ലെങ്കിൽ ബാക്ക് പ്രൊഫൈൽ നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്താണ് ഈ ഒരു വാഹനത്തിൻ്റെ ഫ്യൂൽ ഫില്ലിംഗ് ഏരിയ വരുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ ഫ്യൂൽ ഫുള്ളാകാൻ വേണ്ടിയിട്ട് 34 ലിറ്ററാണ് ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. അപ്പോൾ ഇത്രയ്ക്ക് കാര്യങ്ങളാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഓൾ അറൗണ്ട് കാര്യങ്ങൾ പറയാനുള്ളത്. ഇനി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഒരു വാഹനം 4 വേരിയൻസിൽ അവൈലബിൾ ആണെന്ന്. LXi, VXi, ZXi പ്ലസ് എന്നിവയാണ്. അതുപോലെ മാത്രമല്ല ഈ ഒരു വാഹനം നമുക്ക് നിലവിൽ CNG വേരിയൻസിലും അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് റേഞ്ചിലേക്ക് കടക്കാം. LXi ആണെങ്കിൽ നമുക്ക് 5,59,000 രൂപയും, VXi ആണെങ്കിൽ 7,11,000 രൂപയും, ZXi ആണെങ്കിൽ നമുക്ക് 7,50,000 രൂപയും, ZXi പ്ലസ് ആണെങ്കിൽ നമുക്ക് ഏകദേശം 8 ലക്ഷം രൂപയാണ് ഈ ഒരു വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വാഹനം നമുക്ക് നിലവിൽ 2 എഞ്ചിൻ വേരിയൻസിൽ അവൈലബിൾ ആണ്. അതായത് 1 ലിറ്ററിലും 1.2 ലിറ്ററിലും നമുക്ക് ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. 1 ലിറ്ററിലാണെങ്കിൽ നമുക്ക് LXiയും VXiയും മാത്രമാണ് 1 ലിറ്ററിൽ കിട്ടുക. ZXiയും ZXi പ്ലസും 1.2 ലിറ്ററിലാണ്. നമ്മളിപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്നത് 1.2 ലിറ്ററിൻ്റെ എഞ്ചിനാണ്. നമുക്ക് ജസ്റ്റ് ഹുഡൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ വരുന്നത്. അത്യാവശ്യം പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. 1.2 4 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. അതായത് നമ്മുടെ ടൈപ്പ് 3 സ്വിഫ്റ്റിൽ വരുന്ന സെയിം എഞ്ചിൻ തന്നെയാണ് ഈ ഒരു വാഹനത്തിന് വരുന്നത്. ഈ കുഞ്ഞു വാഹനത്തിന് ഈ ഒരു എഞ്ചിൻ കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഓടിക്കുന്ന സമയത്ത് മാക്സിമം നല്ലൊരു പവർ ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു വാഹനം. അതേപോലെ നമ്മൾ ഈ പരിചയപ്പെടുന്ന ഈ ഒരു വാഹനം എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് വാഹനം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനത്തിന് കമ്പനി മൈലേജ് പറയുന്നത് 24 കിലോമീറ്ററാണ് ഈ ഒരു വാഹനത്തിന് മൈലേജ് പറയുന്നത്. ആക്ച്വലി ഒരു കസ്റ്റമറെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഓട്ടോമാറ്റിക് വാഹനം ആയതുകൊണ്ട് തന്നെ 18, 17 ആ ലെവലിലൊക്കെയാണ് കസ്റ്റമർക്ക് കിട്ടുന്നത്. നിങ്ങളിപ്പോൾ 1 ലിറ്റർ വാഹനമാണ് വാങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക് കമ്പനി മൈലേജ് പറയുന്നത് 25 ലിറ്ററാണ്.
25 ലിറ്റർ പെർ കിലോമീറ്ററാണ് മൈലേജ് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഐ തിങ്ക് 1.2 ലിറ്റർ ആയിരിക്കും. അതാകുമ്പോൾ നിങ്ങൾക്ക് മാക്സിമം വണ്ടിയിൽ നല്ല പവറും കിട്ടും, നല്ല പെർഫോമൻസും കിട്ടും. മറ്റേന്ന് പറഞ്ഞാൽ 1 ലിറ്റർ എഞ്ചിനാകുമ്പോൾ 998 cc വരുന്ന എഞ്ചിനാണ് വരുന്നത്. അതായത് നമുക്ക് ആ ഒരു ലെവലിലുള്ള പവറേ ഉണ്ടാവുള്ളൂ. നമുക്ക് പവറിൽ അത്യാവശ്യം നല്ലൊരു ലാഗും ആ ഒരു വാഹനം ഓടിക്കുമ്പോഴുണ്ടാവും. പക്ഷേ ഈ ഒരു വാഹനമാണ് നിങ്ങൾ ഓടിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ആ ഒരു രീതിയിലുള്ള പവർ ലാഗ് നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. അപ്പോൾ ഓൾ അറൗണ്ട് കാര്യങ്ങൾ ഇത്രയൊക്കെ തന്നെയാണ്. ഈ ഒരു വാഹനത്തിൻ്റെ ഓൾറെഡി നമ്മൾ വാഗനർ VXIയുടെ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് തന്നെ പക്ക ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ പറയുന്നില്ല. പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 165 മില്ലിമീറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. നമുക്ക് ജസ്റ്റ് ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസിലേക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഫുൾ ഓപ്ഷൻ വാഹനം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ ഓപ്പൺ ചെയ്യാനുള്ളൊരു ഓപ്ഷനും കൂടിയുണ്ട്. ഇതാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. നമ്മുടെ ചെറിയൊരു പാർസൽ ട്രേ ഇവർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു ബൂട്ട് സ്പേസ് തന്നെയാണ് ഈ ഒരു വാഹനത്തിന് വന്നിട്ടുള്ളത്. ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് എന്ന് പറഞ്ഞാൽ 341 ലിറ്ററാണ് കമ്പനി പറയുന്നത്. അതേപോലെ നമുക്ക് ഈ 2 സീറ്റും നമുക്ക് അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ അഡീഷണൽ കുറച്ചും കൂടി സ്റ്റോറേജും കാര്യങ്ങളൊക്കെ കിട്ടും. നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം വലിയ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനാണെങ്കിൽ അതിനുള്ള ഓപ്ഷൻ കൂടി ഉണ്ട്. പിന്നെ ഇതിൻ്റെ നേരെ താഴെയാണ് ഇതിൻ്റെ സ്പെയർ വീലിൻ്റെ ഓപ്ഷൻ വരുന്നത്. ഇവിടെ ഇതിൻ്റെ സ്പെയർ വീൽ കാണാനായിട്ട് സാധിക്കും. സ്പെയർ വീൽ നമുക്ക് അലോയ് അല്ല വരുന്നത്, സാധാ സ്റ്റീൽ റിം തന്നെയാണ് വരുന്നത്. 14 ഇഞ്ച് തന്നെയാണ് സ്റ്റീൽ റിമിൻ്റെ ഈ ഒരു സൈസും വരുന്നത്. ഇനി നമുക്ക് നേരെ ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഡീറ്റെയിൽസിലേക്ക് ഒന്ന് കടന്നു നോക്കാം. അപ്പോൾ ഈ രീതിയിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ വരുന്നത്. ബ്ലാക്കും ബേജോട് കൂടിയിട്ടുള്ള ഒരു ഇൻറ്റീരിയറാണ് വരുന്നത്. ഇതാണ് ഈ ഒരു വാഹനത്തിൻ്റെ കീ. സാധാ നോർമൽ ഒരു കീ തന്നെയാണ് വന്നത്. കാരണം ZXi പ്ലസ് വാഹനമാണെങ്കിൽ കൂടി ഈ ഒരു രീതിയിലുള്ള കീ ആണ് കൊടുത്തിട്ടുള്ളത്. ഐ തിങ്ക് ഒന്നും കൂടിയൊക്കെ ഒരു അടിപൊളി കീ മാരുതിക്ക് വരുന്നുണ്ട്, അത് കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. പക്ഷേ അവർ ഈ ഒരു ഫുൾ ഓപ്ഷൻ വാഹനത്തിനും ഇത് തന്നെയാണ് കൊടുക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഇൻറ്റീരിയറിലെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ജസ്റ്റ് കീ ഒന്നിട്ട് ഓണാക്കി നോക്കൂ. ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ വരുന്നത്. അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. മീറ്ററിൽ എന്തൊക്കെ ഉണ്ട് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ നമുക്ക് വലിയൊരു സ്പീഡോമീറ്റർ ആയിട്ട് കാണാൻ സാധിക്കും. അതേപോലെ ഈ സൈഡിലായിട്ട് നമുക്ക് ചെറിയൊരു ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ടാക്കോമീറ്റർ വരുന്നുണ്ട്. ടാക്കോമീറ്റർ ZXi പ്ലസ്സിൽ മാത്രമാണ് വരുന്നത്. പിന്നെ ഈ ഒരു വാഹനം ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഇവിടെ നമുക്ക് D1 എന്ന് കാണാൻ സാധിക്കും. ആക്ച്വലി വാഹനം ന്യൂട്രലാണ്, എന്നിട്ട് ന്യൂട്രൽ അവിടെ കാണിക്കുന്നത്, അവിടെ D1 ആണ് കാണിക്കുന്നത്. അപ്പോൾ എന്താണ് ഇതിന് നിങ്ങൾക്ക് തോന്നുന്നത് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. ഇവിടുത്തെ വാഹനം ന്യൂട്രലാണ് കാണിക്കുന്നത്. ആക്ച്വലി ഇപ്പോഴാണ് ഡ്രൈവിലേക്ക് വന്നത്, ഇപ്പോൾ ഓക്കെ കാണിക്കുകയാണെങ്കിൽ. പക്ഷേ ഞാൻ വീണ്ടും ന്യൂട്രലിലേക്ക് ഇട്ട സമയത്തും ഇവിടെ ഗിയർ കാണിക്കുന്നത് 1 ആണ് കാണിക്കുന്നത്. ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്താൽ റെഡി ആയിരിക്കും. അതൊക്കെ പോട്ടെ. ഇനി നമുക്ക് എന്താ വെച്ചാൽ മീറ്ററിലുള്ളത് ആവറേജ് കിലോമീറ്റർ പെർ അവർ ഈ ഒരു കസ്റ്റമർ ഓടിക്കുന്ന വാഹനം ആയതുകൊണ്ട് തന്നെ ഇവർക്ക് കിട്ടുന്ന മൈലേജ് 15.5 ആണ്. അതേപോലെ നമുക്കിവിടെ ഫ്യൂലിൻ്റെ ഗേജ് നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. അതേപോലെ ടൈം കാണിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഈ ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് ആവറേജ് റേഞ്ച് 60 കിലോമീറ്റർ, ഇനിയുള്ള ഫ്യൂൽ എത്ര കിലോമീറ്റർ ഓടാന്നുള്ളത്. അതേപോലെ ടോട്ടലി വാഹനം ഓടിയിട്ടുള്ളത് 18,000 കിലോമീറ്ററാണ്. പിന്നെ ട്രിപ്പ് 1, ട്രിപ്പ് 2 അത്രയും. പിന്നെയെന്ന് പറഞ്ഞാൽ ആവറേജ് കിലോമീറ്റർ പെർ മൈലേജ് നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് മാത്രമേ കാണിക്കുള്ളൂ. അപ്പോൾ അത്രയ്ക്ക് കാര്യങ്ങളാണ് ഈ ഒരു വാഹനത്തിൽ ആവറേജ് ആയിട്ട് കാണിക്കുന്നത്. പിന്നെ കുറേ വാർണിംഗ് ലാംപ്സുകളൊക്കെ കാണാൻ സാധിക്കും. എന്താ വെച്ചാൽ അത് ഈ ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നിൽക്കുന്ന രീതിയിലുള്ളതാണ്. കാരണം എയർ ബാഗ്, ബാറ്ററി, എൻജിന്, അതേ ഓയിൽ, ഹാൻഡ് ബ്രേക്ക്, ABS തുടങ്ങിയിട്ടുള്ള സംഗതികളൊക്കെ അവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ ഇതാണ് ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ വരുന്ന ഡിസ്പ്ലേ. കാരണം മാരുതിയുടെ തന്നെ കമ്പനി ഡിസ്പ്ലേ ആണ് വരുന്നത്. അത്യാവശ്യം ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഇതിൽ വരുന്നത്. പിന്നെ ഇവിടെ നമുക്ക് ഹസാർഡിൻ്റെ ആ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് നമുക്ക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ ഭാഗം വരുന്നത്. സാധാ എന്താ പറയുക നോർമൽ മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്ലൈമറ്റ് കൺട്രോളാണ് വരുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെയായിട്ട് ഒരു ഡിസൈനിലാണ് AC വെൻസ് വന്നിട്ടുള്ളത്. അതേപോലെ ഈ ഒരു ഭാഗത്ത് നമുക്ക് കുറച്ച് ബട്ടൺസ് കാണാനായിട്ട് സാധിക്കും. ട്രാക്ഷൻ കൺട്രോൾ ഓഫിൻ്റെ, അതേപോലെ വണ്ടി ഓട്ടോമാറ്റിക് ഓഫ് ആകേണ്ടതിൻ്റെ, പിന്നെ ഹെഡ്ലൈറ്റ് അഡ്ജസ്റ്റബിലിറ്റിയും. അതേപോലെ മിററൊക്കെ എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കാണ്, ഓട്ടോ ഫോൾഡിങ്, റിയർ വ്യൂ മിറേഴ്സ് വരുന്നുണ്ട്. അതും നമ്മുടെ ബട്ടൺസ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. പിന്നെ എന്ന് പറഞ്ഞാൽ 4 ഡോർ പവർ വിൻഡോ, ലോക്ക് അൺലോക്ക്, പവർ വിൻഡോ ലോക്കിങ്, അത്രയൊക്കെ ബേസിക്കായിട്ട് വരുന്ന കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ ഇവിടെയാണ് ഇതിൻ്റെ ഗിയർ നോബ് വരുന്നത്. ഇതാണ് ഓട്ടോമാറ്റിക് വാഹനമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ആ ഒരു സിസ്റ്റത്തിലുള്ള ഗിയറാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ നമുക്ക് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇവിടെ നമുക്ക് 12 വോൾട്ട് സോക്കറ്റ് കാണാനായിട്ട് സാധിക്കും. പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു USB
കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു ഹെഡ്സെറ്റ് ജാക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയും ചെറിയ സ്റ്റോറേജ് ഉണ്ട്, കുറച്ച് ചില്ലറ പൈസ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റിയ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ നമുക്ക് ഗ്ലോ ബോക്സ് കാണാൻ സാധിക്കും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ചെറിയ സ്റ്റോറേജൊക്കെ ഇവിടെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ ലാമ്പ് വരുന്നുണ്ട്, ഇവിടെ മൈക്ക് വരുന്നുണ്ട്. നോർമലായിട്ട് വരുന്ന നമുക്ക് സൺവൈസേഴ്സ്, അതിൽ നമുക്ക് വാനിറ്റി മിററും അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ എയർ ബാഗ് ഉള്ളതുകൊണ്ട് തന്നെ എയർ ബാഗിൻ്റെ വാർണിങ്സ് കൊടുക്കുന്നുണ്ട്. 2 എയർ ബാഗാണ് ഈ ഒരു വാഹനത്തിന് വരുന്നത്. ഒന്ന് ഇവിടെയും അതേപോലെ ഒന്ന് സ്റ്റിയറിങ്ങിലുമാണ് ഈ ഒരു വാഹനത്തിന് എയർ ബാഗ് വരുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഒരു വാഹനത്തിന് റിവേഴ്സ് ക്യാമറ കൊടുത്തിട്ടുണ്ടെന്നുള്ളത്. ഇതാണ് ഈ ഒരു വാഹനത്തിൻ്റെ റിവേഴ്സ് ക്യാമറ. ആക്സസറി ആയിട്ട് ആഡ് ചെയ്താണെങ്കിലും പക്ഷേ അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഒക്കെ ഉണ്ട്. നമുക്ക് ജസ്റ്റ് വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സ്റ്റാറിങ് തിരിക്കുന്ന സമയത്ത് നമുക്ക് റൊട്ടേഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്നാണ്. റൊട്ടേഷനൊന്നും വരുന്നില്ല എന്ന് തോന്നുന്നു, നോർമലായിട്ടുള്ള. കാരണം ഇവിടെ ഇങ്ങനെ ഇതൊക്കെ കൊടുത്തപ്പോൾ ചില സമയത്ത് ഇത് ഞാൻ നേരത്തെ നോക്കിയപ്പോൾ ചില സമയത്ത് ഇത് തിരിയുന്നുണ്ട്, പക്ഷേ ഇപ്പോൾ ഇത് തിരിയുന്നൊന്നുമില്ല. അപ്പോൾ അത്രയ്ക്ക് കാര്യങ്ങളാണ് ബേസിക്കലി ഇൻറ്റീരിയറിനെ കുറിച്ച് പറയുള്ളത്. നമുക്ക് ജസ്റ്റ് ഈ ഒരു വാഹനത്തിൻ്റെ സീറ്റ്സൊക്കെ നോക്കാം. സീറ്റ്സ് ഇതാ ഈ ഒരു രീതിയിലാണ് സീറ്റ്സ് വരുന്നത്. അത്യാവശ്യം നല്ല കുഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അഡ്രസ്റ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ഫിക്സ്ഡ് ആയിട്ടുള്ള അഡ്രസ്റ്റാണ് വന്നിട്ടുള്ളത്. അത് ZXi പ്ലസിന് ഈ ഫിക്സ്ഡ് ആയിട്ടുള്ള അഡ്രസ്റ്റ് വന്നത് അത് വളരെ മോശമായി എന്ന് എനിക്ക് തോന്നി. കാരണം അഡ്ജസ്റ്റബിൾ അഡ്രസ്റ്റ് കൊടുക്കാമായിരുന്നു. കാരണം ഇത് വാഗനറിലെ ഏറ്റവും ടോപ്പ് എൻഡ് വാഹനമായിട്ടും ഇവർ ഒരു കോസ്റ്റ് കട്ടിങ്ങിന് വേണ്ടിയിട്ട് ബാക്കിലാണെങ്കിലും അതേപോലെ ഫ്രണ്ടിലാണെങ്കിലും ഒക്കെ ഒരു ഫിക്സ്ഡ് അഡ്രസ്റ്റാണ് കൊടുത്തിട്ടുള്ളത്. ആക്ച്വലി നമുക്ക് ഇതിന് മുമ്പ് ഇറങ്ങിയിട്ടുള്ള വാഗനർ ഓപ്ഷനിൽ നമുക്ക് VXL തന്നെ അഡ്ജസ്റ്റബിൾ അഡ്രസ്റ്റ് ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ അവർ കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു വാഹനത്തിൽ കംപ്ലീറ്റ്ലി ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് ZXi പ്ലസിൽ മാത്രം കിട്ടുന്ന കുറച്ച് ഫീച്ചേഴ്സാണ് ഇത്. സ്റ്റാറിംഗ് ബട്ടൺസ്, വോയിസ് കമാൻഡിൻ്റെ ബട്ടൺസ് ഒക്കെ വരുന്നുണ്ട്. അതേപോലെ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ ബട്ടൺസും ഈ ഒരു ഭാഗത്തായിട്ട് കൊടുക്കുന്നുണ്ട്. കുഴപ്പമില്ല, എല്ലാ മാരുതിയിലും കണ്ടുവരുന്ന ആ ഒരു സെയിം സ്പെക്ക് തന്നെയാണ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഇനി നമുക്ക് ജസ്റ്റ് ഈ ഒരു വാഹനത്തിൻ്റെ ബാക്ക് സൈഡിലേക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ബാക്കിലെ ഡോർ ഓപ്പൺ ആക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിലാണ് വരുന്നത്. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള രീതിയിൽ തന്നെ 3 പേർക്ക് സുഖപ്രദമായ രീതിയിൽ തന്നെ യാത്ര ചെയ്യാൻ പറ്റുന്ന സീറ്റ്സ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇരിക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് വരുന്നുണ്ട്. പിന്നെ സെൻറ്ററിൽ ഇരിക്കുകയാണെങ്കിൽ ചെറിയൊരു ഹമ്പ് വരുന്നുണ്ട്. അതുകൊണ്ട് വലിയൊരു ഇറിറ്റേഷൻസ് ഒന്നും തോന്നുന്നില്ല. ഇനി ലോങ് ഡ്രൈവിൽ എത്രത്തോളം ഫീൽ ചെയ്യുമെന്ന് അറിയില്ല. പക്ഷേ ഹെഡ് റെസ്റ്റ് ഉണ്ടോ, നല്ലൊരു ബ്ലൈൻഡ് സ്പോട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഈ ഫിക്സ്ഡ് ആയിട്ടുള്ള ഹെഡ് റെസ്റ്റ് വരുന്നതുകൊണ്ട് തന്നെ ഐ ഡോണ്ട് ലൈക്ക് ദിസ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിന് അഭിപ്രായം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ അറിയിച്ചാൽ മതി. അതേപോലെ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് നോർമലായിട്ടുള്ള ഡോർ പാഡ്, പവർ വിൻഡോ ബട്ടൺസ് ഒക്കെ പ്ലാസ്റ്റിക് പാർട്ടാണ് വരുന്നത്. നമുക്കിവിടെ ഒരു സോഫ്റ്റ് ടച്ചോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഒരു ZXi പ്ലസ് ആണ്, അത് നിങ്ങൾ എപ്പോഴും മെൻഷൻ ചെയ്യണം. കാരണം ഈ ഒരു ZXi പ്ലസ്സിൽ ഇവർ ഈ ഒരു രീതിയിലുള്ള തന്നെ കൊടുക്കുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്പീക്കേഴ്സ് വരുന്നുണ്ട്. സ്പീക്കറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഓർത്ത് ഈ ഒരു ZXi പ്ലസ്സിൽ മാത്രമേ നമുക്ക് 4 ഡോർ സ്പീക്കർ വരുന്നുള്ളൂ. ZXiയിൽ വരെ നമുക്ക് 2 ഡോർ സ്പീക്കറാണ് വരുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആക്സസറി ആയിട്ട് പിന്നെ ആഡ് ചെയ്യണം. കാരണം ZXi പ്ലസ്സും ZXiയും തമ്മിൽ പേരുകൊണ്ടൊരു പ്ലസിൻ്റെ മാറ്റം ഉള്ളെങ്കിലും ആക്ച്വലി രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. കാരണം എന്താ വെച്ചാൽ സ്പീക്കറിൻ്റെ കാര്യത്തിലാണെങ്കിലും ടാക്കോമീറ്ററിൻ്റെ കാര്യത്തിലാണെങ്കിലും ഡിസ്പ്ലേൻ്റെ കാര്യത്തിലാണെങ്കിലും ബാക്കിലെ വൈപ്പേഴ്സ് അതേപോലെ ഫോഗ് ലാമ്പ് ഒന്നും ഈ ZXi വാഹനത്തിന് മാരുതി കൊടുക്കുന്നില്ല. ഒക്കെ പ്ലസ്ക്ക് കൊണ്ടു നിൽക്കുകയാണ്. ഇതിന് മുമ്പ് ഇറങ്ങിയിട്ടുള്ള വാഗനറിന് നമുക്ക് ഈ ഒരു സീറ്റിൽ നമുക്ക് ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ടായിരുന്നു. ആ ഒരു സ്പേസ് നമുക്ക് ഈ ഒരു വാഹനത്തിന് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാ ഈ ഒരു ട്രേ ടൈപ്പിലുള്ള ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഇവിടെ വന്നിട്ടുണ്ട്. ഇത് ചെറിയ കാര്യങ്ങൾ മാക്സിമം 1 kg ആണ് മാരുതി പറയുന്നത്. ഈ ഒരു ഓപ്ഷന് നമുക്ക് ഈ ZXi പ്ലസ്സിന് മാത്രമാണ് കമ്പനി കൊടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള ഒരു വേരിയൻസിന് നമുക്ക് ഈ ഒരു സിസ്റ്റം അവൈലബിൾ അല്ല. അതും ഞാൻ നേരത്തെ പറഞ്ഞു, പ്ലസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാം കിട്ടുള്ളൂ. കാരണം കുറച്ചും കൂടിയൊക്കെ ആക്സസറി, അതായത് ഞാൻ പറയുന്ന ഒരു ഫോഗ് ലാമ്പ്, ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ തുടങ്ങിയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സൊക്കെ നമുക്ക് ZXiയിലും കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. പക്ഷെ അതൊക്കെ അവർ ZXi പ്ലസ്സിലേക്കാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ഫ്രണ്ടിലാണെങ്കിലും ഡോർ പാഡിലാണെങ്കിലും ഒന്നും നമുക്കൊരു സോഫ്റ്റ് ടച്ച് എവിടെയും കാണാൻ സാധിക്കില്ല. ഒക്കെ ഒരു പ്ലാസ്റ്റിക് പാർട്ടാണ്. പിന്നെ കപ്പ് ഹോൾഡർ കൊടുക്കുന്നുണ്ട് ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ. നമുക്ക് ഒരു ബോട്ടിലിൻ്റെ സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതേതായാലും അടിപൊളിയായി. അതും കൂടി ഇല്ലെങ്കിൽ വളരെ ഷോക്കായിരുന്നു എനിക്ക് തോന്നി. അപ്പോൾ ഈ ഒരു വാഹനം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ഇപ്പോൾ ഇതിൻ്റെ ഏകദേശം കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇനി ഈ ഒരു വാഹനം എന്ന് പറഞ്ഞാൽ നമുക്ക് CNG വേരിയൻറ്റും നമുക്ക് ഈ ഒരു വാഹനം നിലവിൽ അവൈലബിൾ ആണ്. CNG വേരിയൻ്റ് ആകുമ്പോൾ നമുക്ക് ഈ ഒരു വാഹനം ZXiയിലും
അതേപോലെ VXIയിലും മാത്രമാണ് വരുന്നത്. LXIയിലും വരുന്നില്ല, ZXI പ്ലസിലും നമുക്ക് CNG ഓപ്ഷൻ ഈ ഒരു വാഹനത്തിന് വരുന്നില്ല. മാത്രമല്ല ഈ ഒരു വാഹനം CNG ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 1 ലിറ്ററിന് അതായത് 1 കിലോ CNGക്ക് നിങ്ങൾക്ക് ഏകദേശം 33 കിലോമീറ്ററാണ് മൈലേജ് പറയുന്നത്. പെട്രോളിലാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം കമ്പനി പറയുന്നത് 24 കിലോമീറ്ററാണ്. അത് ഓട്ടോമാറ്റിക് ആണെങ്കിലും മാനുവൽ ആണെങ്കിലും 24, 25 ആ ലെവലിലാണ് വരുന്നത്. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്കൊരു CNG എടുക്കുകയാണെങ്കിൽ കമ്പനി 33 പറയുന്നുണ്ട്. പക്ഷേ എത്രത്തോളം കിട്ടും എന്നുള്ളത് അത് CNG ഉപയോഗിക്കുന്ന കസ്റ്റമറോട് തന്നെ നമുക്ക് നേരിട്ട് ചോദിച്ചാലേ കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ. ആക്ച്വലി ഇപ്പോൾ ഈ ഒരു വാഹനം കമ്പനി പറയുന്നത് 24 കിലോമീറ്റർ പെർ ലിറ്ററിൽ കിട്ടുന്നതാണ്. പക്ഷേ ഈ ഒരു വാഹനത്തിൻ്റെ മീറ്ററിൽ കാണിക്കുന്നത് 15.5 ആണ്. അതായത് ഏകദേശം ഒരു 18 വരെയൊക്കെ നമുക്ക് മാക്സിമം ഓട്ടോമാറ്റിക്കലി പ്രതീക്ഷിക്കാം. ഒരു പക്ഷേ മാനുവൽ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു 20 ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു CNG വേരിയൻറ്റ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അതൊരു ഓട്ടോമാറ്റിക് വേരിയൻറ്റിൽ നിങ്ങൾക്ക് കിട്ടില്ല. മാനുവൽ വേരിയൻറ്റിൽ മാത്രമേ CNG ഓപ്ഷൻ നിലവിൽ മാരുതിയുടെ വാഹനങ്ങൾക്കുള്ളൂ. അതും നമ്മൾ മെൻഷൻ ചെയ്യേണ്ട കാര്യം. കാരണം നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് പ്രിഫർ വേണം CNG എഴുതിക്കുമെന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും പോസിബിൾ അല്ല. ഇനി അതല്ല നിങ്ങൾക്ക് LXIയിൽ നിങ്ങൾക്ക് CNG വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആക്സസറി ആയിട്ട് മാരുതിയിൽ തന്നെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് നിങ്ങൾക്ക് കുറച്ചും കൂടി അഡീഷണൽ ക്യാഷ് കൊടുക്കുകയാണെങ്കിൽ മാരുതിയുടെ കമ്പനിയിൽ തന്നെ നിങ്ങൾക്ക് CNG ആഡ് ചെയ്ത് തരും. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് വാഹനത്തിൻ്റെ വാറണ്ടി നഷ്ടപ്പെടില്ല. അതേപോലെ ZXI പ്ലസ് അതായത് ഈ ഒരു വാഹനം ഫുൾ ഓപ്ഷൻ വാഹനത്തിൽ നിങ്ങൾക്ക് CNG വേണമെന്ന് നിർബന്ധമാണെങ്കിൽ മാരുതി അഡീഷണൽ ആഡ് ചെയ്ത് തരും. കാരണം എന്താ വെച്ചാൽ അതിന് എക്സ്ട്രാ കോസ്റ്റ് കൊടുക്കേണ്ടി വരും. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വാറണ്ടിയും കാര്യങ്ങളൊന്നും നഷ്ടപ്പെടില്ല. കമ്പനിയിൽ തന്നെ ചെയ്യുമ്പോൾ പുറത്തുനിന്ന് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനത്തിൻ്റെ വാറണ്ടിയും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടാനും ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് ഈ മാരുതി വാഗനർ നമുക്ക് വൈറ്റിലും സിൽവറിലും ബ്ലൂവിലും ഗ്രേയിലും ബ്ലാക്കിലും അവൈലബിൾ ആണ്. അതേപോലെ നിങ്ങൾക്ക് ഈ ഒരു വാഹനം ഡുവൽ ടോൺ കളറിലും അവൈലബിൾ ആണ്. ഡുവൽ ടോൺ കളറ് കമ്പനി പറയുന്നത് ഫുൾ ഓപ്ഷൻ അതായത് ZXI പ്ലസ് വാഹനങ്ങൾക്ക് മാത്രം അവൈലബിൾ ആണെന്നുള്ളൂ. ആക്ച്വലി നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ കാര്യം ചെയ്യാം. കാരണം എന്താ വെച്ചാൽ നിങ്ങളൊരു LXIയോ അല്ലെങ്കിൽ VXIയോ അല്ലെങ്കിൽ ZXIയോ ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കാരണം ഈ ഒരു വാഹനത്തിൻ്റെ ഡുവൽ ടോൺ വരുന്നത് റൂഫിലും ബോഡിയിലും കളറിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഒന്നേ കമ്പനിയിൽ നിന്നോ അല്ലെങ്കിൽ പുറത്തുനിന്നോ ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കളർ ചേഞ്ച് ചെയ്യാം. കാരണം റൂഫിലെ കളറോ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള കളർ ഉണ്ടെങ്കിൽ ബ്ലാക്കോ അതല്ല നിങ്ങൾക്ക് ഡുവൽ ടോൺ കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതി നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഫുൾ ഓപ്ഷൻ ടച്ച് നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങളുടെ വാഹനത്തിന് തോന്നാം. പക്ഷേ നിങ്ങൾ മാരുതിയിൽ ചെയ്യുമ്പോൾ ഒരു ഫിക്സഡ് എമൗണ്ട് ഉണ്ടാവും. അതല്ല നിങ്ങൾക്ക് അറിയുന്ന ഒരു അടിപൊളി വർക്ക്ഷോപ്പുകാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എമൗണ്ടിലും കുറഞ്ഞിട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ ഗൈസ് നമ്മൾ നമ്മുടെ വാഗനർ ഓട്ടോമാറ്റിക് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല സുഖമാണ്. കാരണം ബ്രേക്ക് വന്ന് റിലീസാകുമ്പോൾ തന്നെ വാഹനം ഇങ്ങനെ മൂവ് ആയിക്കൊണ്ടേക്കും. വാഗനർ ഇപ്പം തന്നെ കൂട്ടിയിടിച്ചേനെ. അപ്പോൾ ഇങ്ങനത്തെ റോട്ടിൽ കൊടുക്കുകയാണെങ്കിൽ ഇതാ സെക്കൻഡ് ഗിയറിലേക്ക് ഇപ്പോൾ മാറി 20 സ്പീഡായി. കുറച്ചും കൂടി റോട്ടിൽ കൊടുക്കുകയാണെങ്കിൽ ഇതാ തേർഡ് ഗിയറിൽ അത് നമുക്ക് കറക്റ്റ് അറിയാൻ കഴിയും. കാരണം നമ്മളൊരു മാനുവൽ വാഹനം എങ്ങനെയാണ് ഓടിക്കുന്നത് അതേ ഫീൽ തന്നെയാണ്. കാരണം ആക്ച്വലി പേരോണ്ട് ഇതൊരു ഓട്ടോമാറ്റിക് വാഹനമാണെങ്കിലും പക്ഷെ നമുക്ക് കറക്റ്റ് ഫീൽ ചെയ്യാൻ കഴിയും. ഇപ്പോൾ മീറ്ററിലേക്ക് നോക്കിക്കോ. അപ്പോൾ ഏകദേശം ഒരു 40 കിലോമീറ്റർ അല്ലേ സ്പീഡ് കാണിക്കുന്നത്. ഞാൻ പെട്ടെന്ന് ത്രോട്ടിൽ കൊടുക്കണേ കേട്ടോ. വണ്ടി സെക്കൻഡിലേക്ക് മാറി 40 കൂടി. ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ വരുന്ന ടൈമിലുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പോൾ അവിടെ ഒരു സ്കൂട്ടിനെ കണ്ടു. അപ്പോൾ ആ സ്കൂട്ടിനെ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് ഓപ്പോസിറ്റ് സൈഡിൽ വല്ല ലോറിയോ അതല്ല ഒരു ബസ്സൊക്കെ വരികയാണെങ്കിൽ ഞാൻ ഈ രീതിയിലുള്ള ത്രോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ചെറിയൊരു ലാഗ്, കാരണം ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന ആ ലാഗ് ഈ ഒരു വാഹനത്തിൽ വരും. ആ ഒരു ലാഗ് വരുമ്പോൾ തന്നെ ആ ലോറിൻ്റെ ഇടയിലോ അവിടെ എവിടെയെങ്കിലുമൊക്കെ പോയി ചാമ്പാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞാൽ ഒരു പ്രോപ്പർ ഓട്ടോമാറ്റിക് അല്ല. കാരണം മാരുതിൻ്റെ ഈ ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പേഴ്സണൽ അഭിപ്രായത്തിൽ ഒരു ദുരന്തമാണ്. കാരണം എന്താ വെച്ചാൽ നമുക്കൊരു പ്രോപ്പർ ഒരു വാഹനം ഓടിക്കുന്ന ഒരു ഫീൽ കിട്ടില്ല കേട്ടോ. അപ്പം ഞാനിപ്പോൾ 4th 40 കിലോമീറ്റർ സ്പീഡിൽ ഒന്ന് ത്രോട്ടിൽ കൊടുത്ത സമയത്ത് വാഹനം തേർഡിലേക്ക് മാറി കേട്ടോ. അപ്പോൾ ഒന്നുകൂടി 40 വീണ്ടും ത്രോട്ടിൽ കൊടുത്ത സമയത്തേക്ക് വാഹനം സെക്കൻഡിലേക്ക് മാറി. എന്തത് വെള്ളരി കവട്ടണോ? ആ രീതിയിലാണ് വാഹനത്തിൻ്റെ റണ്ണിങ്. ഇനിയിപ്പോൾ നമുക്ക് മാനുവലിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ മാനുവലിലാണ് ഞാൻ 40 സ്പീഡിൽ ഞാൻ ഗിയർ മാറ്റി 4 തന്നെ കളിക്കണം, മാറൂല. മാനുവലിൽ നമ്മൾ വിചാരിക്കുമ്പോൾ മാറൂല, വാഹനത്തിന് തോന്നണം. വാഹനം കുറച്ചും കൂടി ത്രോട്ടിൽ കൊടുത്ത് ഇപ്പോഴും മാറിയില്ല കേട്ടോ. അപ്പോഴൊക്കെ ഗിയർ മാറുന്നുണ്ട് കേട്ടോ. അവിടെ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് കളിക്കുക. എന്തത് ഇപ്പോഴാണ് 5ലേക്ക് മാറി. അതായത് നമുക്കിപ്പോൾ ഒരു മാനുവലി ഒരു ചെറിയൊരു മോശപ്പെട്ട റോഡാണെങ്കിൽ നമുക്ക് ഫസ്റ്റിൽ തന്നെ പോകണ്ട, മാനുവലി ഒരു സെക്കൻഡിലിട്ട് പോകാമെന്ന് വിചാരിച്ചാൽ അതൊന്നും നടക്കില്ല. ഓട്ടോമാറ്റിക് എന്ന് പറയും, പക്ഷേ ആക്ച്വലി ഇതിന് മാനുവൽ ഉണ്ട്. പക്ഷേ രണ്ടിനും പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. ഈ ഒരു വണ്ടി വിചാരിക്കുന്ന പോലെ ഇങ്ങനെ
പോകുന്നുള്ളൂ. കാരണം എന്താ വെച്ചാൽ നമുക്ക് ആ ഒരു രീതിയിലുള്ള ഒരു ഓട്ടോമാറ്റിക് കിട്ടിയിട്ട് ഇന്നത്തെ കാലത്ത് കാര്യമില്ല. കാരണം പെട്ടെന്ന് ഒരു വണ്ടിനെ ഓവർടേക്ക് ചെയ്ത് കയറുന്നുണ്ടെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും എന്താ ചെയ്യുക, ത്രോട്ടിൽ കൊടുക്കുക ചെയ്യുക. ആ ത്രോട്ടിൽ കൊടുക്കുന്ന സമയത്ത് മിനിമം ഒരു ലാഗ് ഇല്ലാത്ത രീതിയിലുള്ള ഒരു ഓട്ടോമാറ്റിക്കാണ് മാരുതി കൊടുത്തതെങ്കിലും ഓക്കെ. ഇത് നമ്മൾ ഗിയർ മാറണ കറക്റ്റ് അറിയുന്നുണ്ട്, എല്ലാം നമ്മൾ അറിയുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഇതിനൊരു ഓട്ടോമാറ്റിക് ആണെന്നുള്ളത് കാരണം ഇത് ബിഗിനേഴ്സിന് പറ്റും. എന്താ വെച്ചാൽ ഒരു വാഹനം ഓടിച്ച് പഠിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഓക്കെ. അതല്ല ഒന്ന് എക്സ്പേർട്ടായി കഴിഞ്ഞാൽ പിന്നെ ഈ ഓട്ടോമാറ്റിക് കൊണ്ട് ഒരു ഉപയോഗം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതൊക്കെ ഇപ്പോൾ വാഹനം 20-ലാണ് പോണത്. ഇപ്പോൾ 20-ൽ പോകാൻ ഞാൻ ജസ്റ്റ് ഒന്ന് ത്രോട്ടിൽ കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ സെക്കൻഡിൽ തന്നെ മൂവ് ആകുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഫസ്റ്റേക്ക് ചാടിയനെ. ഇനിയിപ്പോൾ ഇങ്ങനത്തെ ഇപ്പോൾ നമ്മൾ പോകുന്ന റോഡ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു മോശം ഇതിലുള്ള റോഡാണ്. കാരണം കുറച്ച് ഫ്രണ്ട് കണ്ട് പോയി കഴിഞ്ഞാൽ ചെറിയൊരു ഇതൊക്കെ വരും. കുറച്ച് ഫ്രണ്ടിലേക്ക് പോയി പറഞ്ഞാൽ കുറച്ച് മോശം ഗട്ടറൊക്കെ വരും. അപ്പോൾ ഇവിടെ കുറച്ച് മോശമാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ലോ ആക്കിയാൽ ഇനി ഗിയർ മാറുകയല്ല, ഈ ഗട്ടർ തീരുന്ന വരെ വാഹനം സെക്കൻഡിലേക്കാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് മാറണം തോന്നി പ്ലസ് കിട്ടാലോ കേട്ടോ. അപ്പോൾ പ്ലസ് കിട്ടാലും നീങ്ങൂല, ആ സെക്കൻഡിൽ ഇങ്ങനെ പോകും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു മാരുതി വാഹനത്തിൻ്റെ ഓട്ടോമാറ്റിക്കിനെ കുറിച്ച് പറയാനുള്ളത്. മാനുവലി അത്യാവശ്യം കുഴപ്പമില്ല, കാരണം 1.2 ലിറ്ററാണ് ഈ ഒരു വാഹനം വരുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം പവറും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വാഹനത്തിന് കിട്ടുന്നുണ്ട്. പക്ഷേ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ആണ് ഈ ഒരു വാഹനത്തിന് മെയിനായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊരു വാഗനർ എടുക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം മൈലേജും കിട്ടണമെന്നുണ്ടെങ്കിൽ മാനുവലി എടുക്കുക. മാനുവൽ ഓട്ടാൻ നിങ്ങൾക്ക് ഓക്കെയാണ്, ഒരു ബിഗിനേഴ്സ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു മാനുവൽ വാഹനം ഉപയോഗിക്കുക. അതല്ല ഓട്ടോമാറ്റിക്കിൻ്റെ സുഖം പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഈ ഒരു വാഹനത്തിന് ഓട്ടോമാറ്റിക് എടുക്കരുത്. അത് നിങ്ങൾക്ക് മറ്റൊരു ബ്രാൻഡിലേക്ക് പോകുമായിരിക്കും നല്ലത്. കാരണം എന്താ വെച്ചാൽ ഒരു CVT ഗിയർ ബോക്സ് ഒന്നും ഈ ഒരു വേരിയൻറ്റിന് വരുന്നില്ല. അതിന് കോസ്റ്റിൻ്റെ ഒരു വിഷയം ഉള്ളത് കൊണ്ടായിരിക്കും. അപ്പോൾ ഒരിക്കലും ഞാൻ എൻ്റെ പേഴ്സണലി മാരുതിൻ്റെ ഈ ഒരു ഓട്ടോമാറ്റിക് വാഹനം പ്രിഫർ ചെയ്യില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം ചൂസ് ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് ബെറ്റർ മൈലേജും അതേപോലെ പവർ പെർഫോമൻസും ഒക്കെ കിട്ടണമെങ്കിൽ ബെറ്റർ നിങ്ങൾക്ക് മാനുവൽ ചൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയ്ക്ക് കാര്യങ്ങളാണ് ഈ ഒരു വാഹനത്തിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇനി നമുക്കൊരു അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.